എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 13. ഒന്നാമത്തെ ചോദ്യം: കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ? എ. MV രത്നദ്വീപ്, ബി. MV മറാത്തി മിഷൻ, സി. MV റാണി പത്മിനി, ഡി. MV ജയശാലിൻ. ഉത്തരം MV റാണി പത്മിനി. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം 1972. സ്വാതന്ത്ര്യാനന്തരം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ജൽ ഉഷ. ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനായി സ്ഥാപിതമായ കപ്പൽ നിർമ്മാണശാല ഗോവ ഷിപ്പ്യാർഡ്. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? എ. തിരുവനന്തപുരം, ബി. തൃശ്ശൂർ, സി. കോട്ടയം, ഡി. എറണാകുളം. ഉത്തരം ബി. തൃശ്ശൂർ. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരം തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. മൂന്നാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? എ. 1924, ബി. 1934, സി. 1942, ഡി. 1943. ഉത്തരം എ. 1924. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. നാലാമത്തെ ചോദ്യം: എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല? എ. കോഴിക്കോട്, ബി. കണ്ണൂർ, സി. കൊല്ലം, ഡി. വയനാട്. ഉത്തരം ഡി. വയനാട്. എടക്കൽ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മല. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കേരളത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ഇന്ത്യയിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി? എ. ശ്രീ അച്യുതമേനോൻ, ബി. കെ. കരുണാകരൻ, സി. പട്ടം താണുപിള്ള, ഡി. EMS നമ്പൂതിരിപ്പാട്. ഉത്തരം ഡി. EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ഒന്നാം കേരള നിയമസഭയെ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? എ. ഫുട്ബോൾ, ബി. ഹോക്കി, സി. ക്രിക്കറ്റ്, ഡി. ചെസ്. ഉത്തരം ബി. ഹോക്കി. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം കൂർഗ്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ്. ഹോക്കി ക്യാപ്റ്റനായ മലയാളി PR ശ്രീജേഷ്. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. ഹോക്കി മത്സരത്തിൻ്റെ സമയദൈർഘ്യം 70 മിനിറ്റ്. 7. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം? എ. എജ്യൂസാറ്റ്, ബി. മംഗൾയാൻ, സി. രോഹിണി, ഡി. ഭാസ്കര. ഉത്തരം എ. എജ്യൂസാറ്റ്. എജ്യൂസാറ്റിൻ്റെ വിക്ഷേപണം നടന്നത് 2024 സെപ്റ്റംബർ 20. വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISROയുടെ പദ്ധതി ഗഗൻയാൻ. ഒമ്പതാമത്തെ ചോദ്യം: പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ? എ. അഭിനവ് വൃന്ദ, ബി. അഭിലാഷ് ടോമി, സി. അരുണിമ സിൻഹ, ഡി. ആരതി. ഉത്തരം ബി. അഭിലാഷ് ടോമി.
2018 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി സഞ്ചരിച്ച ബോട്ട് തൂരിയ. അഭിലാഷ് ടോമിയുടെ പ്രശസ്തമായ പുസ്തകം കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല. എ കൊല്ലം, ബി ഇടുക്കി, സി വയനാട്, ഡി കണ്ണൂർ. ഉത്തരം ഡി കണ്ണൂർ. തറികളുടെയും തിരകളുടെയും നാട് കണ്ണൂർ. അറയ്ക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിൽ.